ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ഈ ചെറിയ ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് പറയുന്ന ചെറിയൊരു ടിപ്പാണ് വീട്ടിൽ തന്നെയുള്ള ക്യാൻസർ അപകടങ്ങൾ, അതായത് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന, വീടുകളിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന 7 സാധനങ്ങൾ. ഈ 7 സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ, എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ ക്യാൻസറിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. എന്താണ് ഇന്നത്തെ ടിപ്സ് എന്ന് നോക്കാം. പ്രോസസ്ഡ് മീറ്റ്, അതായത് സോസേജ്, ബേക്കൺ, സലാമി പോലുള്ള പ്രോസസ്ഡ് മീറ്റ് കൂടുതലായി കഴിക്കുന്നത് കോളോറക്ടൽ ക്യാൻസർ, അതായത് അപകടം വർദ്ധിപ്പിക്കുമെന്നാണ്. നമ്മുടെ ചൂടുള്ള ഭക്ഷണം പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കൽ, അതായത് ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂട് കാരണം BPE പോലുള്ള കെമിക്കൽസ് ഭക്ഷണത്തിലേക്ക് നേരിട്ട് കടക്കാൻ സാധിക്കുന്നതാണ്. അതുവഴി ക്യാൻസർ പകരാൻ സാധ്യതയുണ്ട്. അതുപോലെയുള്ള എയർ ഫ്രഷ്നർ സ്പ്രേ, ചില എയർ ഫ്രഷ്നേഴ്സിൽ ഫോർമൽ ഡീഹൈഡ് പോലുള്ള കെമിക്കൽസ് ഉണ്ടാകാം. അത് കൂടുതൽ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ക്ലീനിങ് കെമിക്കൽസ്, ചില വീട്ടിലെ ക്ലീനറുകളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുള്ള ക്ലീനറുകളായിരിക്കാം. അതുപയോഗിക്കുന്നത് മൂലവും നിങ്ങൾക്ക് ക്യാൻസർ പടരാൻ സാധ്യതയുണ്ട്. അതുപോലെയുള്ള പഴകിയ നോൺ സ്റ്റിക്ക് പാൻ, ഓവർ ഹീറ്റഡ് നോൺ സ്റ്റിക്ക് കോട്ടിങ്സിൽ നിന്നും ഹാംഫുൾ ഫ്യൂംസ് ഉണ്ടാകാം. ചില പാത്രങ്ങൾ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനുകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ളവ നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അതുപോലെയുള്ള ചന്ദനത്തിരി, കൊതുക്, കോയിൽ പുക, ഈ പുകയിൽ കാർസിനോജെനിക് പാർട്ടിക്കിൾസ് ഉണ്ടാകാം. കുഞ്ഞുങ്ങളുള്ള വീടുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവരാണെങ്കിലും ഈ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ക്യാൻസറിനെ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ച് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തന്നെ വിശ്വസിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ഇതുപോലുള്ള ചെറിയ ടിപ്പുകൾ, ട്രിക്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.